രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ഉണ്ടായിരിക്കുന്ന അപ്രതീക്ഷിത തടസ്സങ്ങൾ കാരണം സംസ്ഥാനത്തെ ഇന്ധന വിൽപ്പനയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പുതിയ ക്രമീകരണം അനുസരിച്ച് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഒരു വാഹനത്തിന് ലഭിക്കാവുന്ന ഇന്ധനത്തിന് കൃത്യമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പെട്രോളിന് 5000 രൂപയും ഡീസലിന് 200 ലിറ്ററുമാണ് പരമാവധി പരിധി. പെട്രോൾ പമ്പുകളിൽ നിന്ന് ഒരു വാഹനത്തിന് പരമാവധി 5000 രൂപയുടെ പെട്രോൾ മാത്രമേ ഒരു ദിവസം നൽകാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. ഡീസലിന്റെ കാര്യത്തിൽ ഇത് ലിറ്റർ കണക്കിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു വാഹനത്തിന് പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ഒറ്റത്തവണ നൽകാവൂ. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ലോറികൾക്കും ബസ്സുകൾക്കും ഈ തീരുമാനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാനും എല്ലാ ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഇന്ധനം ലഭിക്കാനുമാണ് സർക്കാർ ഈ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചില മേഖലകളിൽ ഇന്ധന സ്റ്റോക്ക് കുറയുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ പമ്പുടമകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ വാഹനങ്ങൾക്കും അത്യാവശ്യ സർവീസുകൾക്കും ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിച്ചേക്കും. സാധാരണക്കാർക്ക് 5000 രൂപയുടെ പെട്രോൾ പരിധി വലിയ പ്രശ്നമുണ്ടാക്കില്ലെങ്കിലും കെട്ടിട നിർമ്മാണ മേഖലയിലും വലിയ വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഡീസൽ നിയന്ത്രണം തിരിച്ചടിയാകും. വലിയ ടിപ്പറുകൾക്കും ചരക്ക് ലോറികൾക്കും 200 ലിറ്റർ എന്നത് പലപ്പോഴും ഒരു പൂർണ്ണ ടാങ്ക് പോലും നിറയ്ക്കാൻ തികയില്ല. ഇത് ചരക്ക് നീക്കത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും വ്യാപാരികൾ പങ്കുവെക്കുന്നുണ്ട്. സർക്കാർ നിർദ്ദേശം ലംഘിച്ച് ഇന്ധനം വിതരണം ചെയ്യുന്ന പമ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഓരോ വാഹനത്തിന്റെയും വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ധന വിതരണത്തിലെ അസമത്വം ഒഴിവാക്കാൻ ജില്ലാ കളക്ടർമാർക്കും സിവിൽ സപ്ലൈസ് വകുപ്പിനും നിരീക്ഷണ ചുമതല നൽകിയിട്ടുണ്ട്. നിലവിൽ എണ്ണ കമ്പനികൾ സ്റ്റോക്ക് നിയന്ത്രിച്ചതിനാലാണ് പമ്പുകൾ ഈ തീരുമാനമെടുത്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികൾ വീണ്ടും പരിഗണിക്കാൻ പ്രധാനമന്ത്രി മോദി നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. അതോടൊപ്പം ജനങ്ങൾ പരിഭ്രാന്തരായി ഇന്ധനം പൂഴ്ത്തിവെക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.